പീരുമേട് കുട്ടിക്കാനത്ത് കാട്ടാനകളുടെ താണ്ഡവം. ഉണ്ണിക്കുഴിയിൽ സുനിൽ എന്നയാളുടെ വീട്ടുമുറ്റത്തെത്തിയ ആനക്കൂട്ടം കൃഷിയും പൂച്ചെടികളും വരെ നശിപ്പിച്ചു. 2 കൊമ്പന്മാരും ഒരു പിടിയാനയും അടങ്ങുന്ന സംഘം ഏറെ നാളുകളായി പ്രദേശത്ത് നാശം വിതയ്ക്കുകയാണ്. കുട്ടിക്കാനം ഉണ്ണിക്കുഴിയിൽ സുനിൽ വർഗീസിന്റെ വീട്ടുമുറ്റത്താണ് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ താണ്ഡവം ആടിയത്. രാത്രിയോടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനകൾ പുലർച്ചെ 6 മണി വരെ മുറ്റത്ത് താണ്ഡവമാടി. കാട്ടാനകളെത്തിയ വിവരം സമീപവാസികൾ ഫോൺ മുഖാന്തരം അറിയിച്ചോടെ കുടുംബം ബന്ധുവീട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. വീട്ടുമുറ്റത്തെ തെങ്ങ്, വാഴ, പൂച്ചെടികൾ എല്ലാം ആനകൾ നശിപ്പിച്ചു. കൂടാതെ കൃഷിയിടങ്ങളിലെ വാഴകളെല്ലാം പിഴുതെടുത്ത് ഭക്ഷിച്ചു. കയ്യാലകളും ഇടിച്ച് തകർത്ത അവസ്ഥയിലാണ്. പീരുമേട്ടിലെ ഗോത്രവർഗ മേഖലയായ പ്ലാക്കത്തടത്തിലാണ് ആനകൾ ആദ്യമെത്തിയത്. പിന്നീട് തോട്ടുപുര, കച്ചേരിക്കുന്ന്, സിവിൽ സ്റ്റേഷൻ, ഗസ്റ്റ് ഹൗസ്, കല്ലാർ മേഖല എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. പീരുമേട് പഞ്ചായത്തിലെ 14, 15 വാർഡുകളിൽ ഇപ്പോൾ 2 കൊമ്പനും ഒരു പിടിയും അടങ്ങുന്ന കാട്ടാന സംഘമാണ് വൻ നാശം വിതച്ച് വിലസുന്നത്. കാട്ടാനകളെ തുരത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമമൊന്നും വിജയം കണ്ടിട്ടുമില്ല. സ്വന്തം നാടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് വീട്ടുടമസ്ഥൻ സുനിൽ പറയുന്നു. ഇവിടെ ഈ നാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനിവിടെ 4ാം തലമുറയായിട്ട് ജീവിക്കുന്നൊരു ഇതാണ്. ഇത് കുട്ടിക്കാനം ടൗൺ വരെ ആനകളെത്തി. എല്ലാ ദിവസങ്ങളിലും വാർത്തകളിൽ വരുന്നുണ്ട്, പലരെയും മരണപ്പെടുന്നുണ്ട്, പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതൊന്ന് പരിഹരിക്കാനോ ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. കാരണം ഏത് രാത്രി, ഇന്നലെയാണെങ്കിൽ 11:30 രാത്രിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. ആനയെ കണ്ടുകൊണ്ട് ആന പറമ്പിൽ വന്നതിൻ്റെ പേരിൽ ഓടി ഇറങ്ങി രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ജീവിക്കണം. കാരണം ഒരു ന്യൂസ് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാർത്ത വരിക എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും മരണപ്പെട്ടാൽ ഇതിനൊരു പ്രതിഷേധ പ്രകടനങ്ങളോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ആരും തയ്യാറാകുന്നില്ല. അവനവൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വസ്തുവകൾക്കോ നാശനഷ്ടം വരുമ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ ഉൾപ്പെടെ ഇതിനകത്തെല്ലാം ഉള്ള കാര്യങ്ങളാണ്. ആരും ഒരു ഫോറസ്റ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് മാത്രം വന്നു. ഏതായാലും വിളിച്ചു കഴിഞ്ഞപ്പോൾ പീരുമേട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നു, അവസ്ഥകളൊക്കെ കണ്ട് മനസ്സിലാക്കി ബാക്കി തുടർ നടപടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി. എങ്കിലും മനുഷ്യജീവൻ ഇവിടെ ഒരു വിലയുമില്ല. ആനകൾക്ക് മാത്രം, ആനയ്ക്ക് ഒന്നില്ല നാണം വേണം, അല്ലെങ്കിൽ ഇത് വാർത്ത ചെയ്ത് കേൾക്കുന്ന ആൾക്കാർക്ക്, ഉദ്യോഗസ്ഥർക്ക് നാണം വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ സാധാരണക്കാരെങ്ങനെ ഇവിടെ ജീവിക്കും? അതിനൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്.